ഹായ് കൂട്ടുകാരെ, ഞാൻ നാലമ്പലം പോവാണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ കയറി ഇരുന്ന് 14 പേരുണ്ട് കേട്ടോ. എൻ്റെ ഇളയച്ചൻ്റെ മക്കളുണ്ട്, അവരെ കൂടെ ഞാൻ പോകുന്നത്. അന്ന് നല്ല മഴയായിരുന്നു പോയപ്പോൾ. പാലക്കാട് തിരുവില്ലാമലയിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. നല്ല മഴയായിരുന്നു, റോഡ് തന്നെ കാണുന്നില്ലായിരുന്നു. കണ്ടോ, പുക പിടിച്ച പോലെ ഇരിക്കണം റോഡ്. കൊടും മഴയായിരുന്നു. കുതിരാൻ തുരങ്കത്തിലോട്ട് കയറിയിട്ടാ ഞങ്ങൾ. ഏതാണ്ട് തിരുവല്ലാമല എത്താറായിട്ടാ. തിരുവല്ലാമല എത്തി. ശ്രീരാമനും ഹനുമാൻ്റെയും കൂടി പ്രതിമയാണത്. അമ്പലം എത്തി കേട്ടോ. ഇതാണ് ശ്രീരാമൻ്റെ അമ്പലം. ഇത് ശ്രീരാമൻ, ബാക്കിൽ ലക്ഷ്മണൻ. മൊബൈൽ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ മാത്രം പിടിച്ച്. കൃഷ്ണനും അപ്പുറവും ഇപ്പുറവും ഒരാന നിൽപ്പുണ്ട്. ബാക്കിൽ, കൃഷ്ണൻ്റെ ബാക്കിൽ പരുന്തുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത്. ഇതാണ് എൻ്റെ ഇളയച്ചൻ്റെ മക്കൾ കേട്ടോ. സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോരി. അടുത്തത് ഭാരതക്ഷേത്രത്തിലേക്കാണ് പുറപ്പെടണം കേട്ടോ. സ്ഥലങ്ങൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ സ്ഥലങ്ങൾ. പാലക്കാട് ഭാരതക്ഷേത്രം എത്തിയിട്ടാ. കണ്ട നെൽപ്പാടം കണ്ട, അപ്പുറം ഇപ്പുറം നെൽപ്പാടം. നടുക്കൂടിയാണ് ഭാരതക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇതാ ഭാരതക്ഷേത്രം. കയറി തൊഴുത് ഞങ്ങൾ മടങ്ങുക. അത് താമര കണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ. പോന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത എനിക്കൊരു പോണ്ടുണ്ട്, പോണ്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉരുളിക്കാത്താണ് ഈ താമര കേട്ടാ. ഇത് 1500 രൂപ. ഇത് കണ്ട, നല്ല ഭംഗിയില്ലേ, പഴയ സിനിമയുടെ ലുക്ക് ഉണ്ടല്ലേ. നെൽപ്പാടം കണ്ട, പഴയ സിനിമയെ ഓർത്ത് വിട വന്നപ്പോൾ. അപ്പം ഞാൻ അവിടെ ഇന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തട്ടാ. എനിക്കിഷ്ടമായ സ്ഥലം, നല്ല ഭംഗിയില്ലേ. ഞങ്ങൾ ഇനി അടുത്ത ശത്രുഘ്നൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഭയങ്കര മഴയാണ്, മൊബൈൽ എടുക്കാനേ പറ്റിയില്ല. വീണ്ടും ഞങ്ങൾ ശ്രീരാമൻ്റെ അമ്പലത്തിലെത്തി. തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നട്ടാ. കമൻറ്റ് ഇടണം കേട്ടോ, ലൈക്ക് തരണം കേട്ടോ. ഓക്കെ, ബൈ.